നല്ല ഭംഗിയുള്ള ഈ സാരി ഉടുത്തിട്ട് ഞാൻ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇത് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഒരു ഓണത്തിനോ വിഷുവിനോ എങ്ങാണ്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്ത സാരിയാണ്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലൗസ് അത് റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നതാണ്. കണ്ടപ്പം വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇട്ടപ്പം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ, അതായത് ഞാൻ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോംസിലും എൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കമൻറ്റാണ്, ഇത് നിങ്ങളുടെ പേഴ്സണൽ എന്താ പറയുക വാനിറ്റി റൂമിൻ്റെ ഡയറക്റ്റ് വീഡിയോ ആയിട്ടാണോ ഇടുന്നത്, നിങ്ങൾ ഡ്രസ്സ് മാറ്റുന്നതാണോ പിന്നെ ഞങ്ങൾക്ക് കാണിക്കുന്നത് എന്നുള്ളത്. ഞാൻ സാരി ഡ്രേപ്പിംഗ് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ സാരി പല രീതിയിൽ ഉടുക്കുന്നതായിട്ടാണല്ലോ കാണിക്കുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള എൻ്റെ ചാനലിൻ്റെ കോൺസെപ്റ്റ്. ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വേൾഡിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ട്രഡീഷണലും അല്ലാതെയുമുള്ള സാരിയുടെ ഡ്രേപ്പിംഗ് ട്യൂട്ടോറിയൽസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സാരി ഡ്രേപ്പിങ്ങിനും ഓരോ സ്വഭാവമായിരിക്കും. ഞാനിടുന്ന ബ്ലൗസ്, അണ്ടർ സ്കേർട്ട് അല്ലെങ്കിൽ ഈ ഡ്രേപ്പിങ്ങിന് അനുബന്ധമായിട്ട് ഇടുന്ന ഡ്രസ്സുകളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മോഡസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനല്ല വന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള, അതായത് ഞാൻ എല്ലാവരെയും കൊണ്ടല്ല പറയുന്നത് കേട്ടോ, ചില ആൾക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരിടാൻ മടിക്കുന്ന പോലത്തെ കമൻസാണ് സ്ത്രീകളിടുന്നത്. ഇനി നമ്മൾ ഈ കമൻ്റ് ഇട്ടിട്ട് ഇതിനെന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കൊരു സാധനം കണ്ടിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മറുപടി കണ്ടിട്ട് എനിക്ക് തിരിച്ചും ഒരു അഭിപ്രായം പറയാം. എനിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യന്മാർക്കും അഭിപ്രായം പറയാം. അപ്പം നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഞാനൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അത്രയേ എല്ലാ ക്രിയേറ്റേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പലരുടെയും കമൻസ് വായിക്കുമ്പം ഭയങ്കര ഒരു ഹേറ്റ്രഡ് ടുവേർഡ്സ് ദ വേൾഡാണ് എനിക്ക് തോന്നുന്നത്. ഞാനെന്നുള്ള ഒരു വ്യക്തിയുടെ അടുത്തല്ല ഈ ഹേറ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബിക്കോസ് എന്നെ പരിചയമില്ലാത്ത ആൾക്കാരാണ് കമൻറ്റ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസിൻ്റെ അടിയിലും അവരൊട്ടും പരിചയമില്ലാത്ത ആൾക്കാരാണ് കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹേറ്റ്രഡ് ടുവേർഡ്സ് ദ വേൾഡ് വരുമ്പോഴാണ് നമുക്ക് കാണുന്ന എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിച്ചിട്ട് അത് ഇങ്ങനെ എന്താ പറയുക, അതിങ്ങനെ നെഗറ്റിവിറ്റി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുക. എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന ഒത്തിരി നല്ല കമൻസ് ഉണ്ട്. എന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒത്തിരി നല്ല കമൻസ് വരാറുണ്ട്. അതൊക്കെ ഞാൻ വായിച്ച് എനിക്ക് പറ്റുന്നത് പോലെ അതൊക്കെ ആ ഒരു തെറ്റുകളൊക്കെ മാറ്റിയിട്ട് ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് ഹേറ്റ് വരുന്ന സമയത്ത് നമുക്ക് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും ഇത് എന്തൊരു ഇൻറ്റൻഷനിൽ കൂടെയാണ് ഈ ഒരു കമൻ്റ് ഇടുന്നത്. കമൻ്റ് ഇടുന്നതിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സാധനം കണ്ടിട്ട് അതിന് അഭിപ്രായം പറയുന്നതിനോടോ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാൻ മീ ആസ് എ പേഴ്സൺ എന്നുള്ള ഇതിലല്ല സംസാരിക്കുന്നത്. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിൻ്റെയും ഇടയിൽ വരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു എന്താ പറയുക, ഒരു പ്രവണതയാണ് സ്ലട്ട് ഷെയിം ചെയ്യുക. ഭയങ്കര ഈസിയാണ്. നമ്മൾ ഒരാളെടുക്കുന്ന വീഡിയോ എടുക്കാനുള്ള എഫേർട്ടോ അവരുടെ കൺസിസ്റ്റൻസിയോ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മളിങ്ങനെ റാൻഡംലി ഡൂം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കാണുന്നു, അതിഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ടാണ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുമ്പം എനിക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല, ഞാൻ അപ്പം എനിക്ക് മനസ്സിൽ തോന്നുന്ന കമൻറ്റ് ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലരുടെ അടുത്ത് ഞാൻ കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഒത്തിരി നാളായി ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇടയിൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോവാണ്. പിന്നെ നമ്മൾ ജീവിതത്തിൽ പല പല സാഹചര്യങ്ങളിൽ കൂടെയും കടന്നു പോകുമായിരിക്കും. ഇതെല്ലാം വന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാനുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ചിലപ്പോൾ സാഹചര്യങ്ങളോ ഉണ്ടായി എന്ന് വരില്ല. അപ്പം നിങ്ങളൊരു വ്യക്തിയുടെ
ഒരു പോസ്റ്റിന് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാളും ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന കൊടുക്കുക. നമുക്ക് ഒരു സാരി അല്ലെങ്കിൽ എന്താണോ നമ്മൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശം എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്കിത് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നതിനോടാണ് എൻ്റെ അഭിപ്രായ വ്യത്യാസം. അപ്പോൾ എൻ്റെ ഈ കഥാപ്രസംഗം ഇത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്നൊന്ന് കമൻസിലൂടെ അറിയിക്കുക. നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ നമുക്ക് ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഞാൻ റെഡിയായി. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.